എക്കാലത്തും പറഞ്ഞിട്ടുള്ള ഒരു സത്യമാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അവസാനത്തെ ഹജ്ജിൽ അല്ലാഹു ഇറക്കിയ ആയത്ത്, ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, വഹയാകുന്ന എന്റെ അനുഗ്രഹം ഇതാ സമ്പൂർണ്ണമാക്കിയിരിക്കുന്നു, ഇസ്ലാമിനെ ഞാൻ ഇതാ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ഹജ്ജിൽ അല്ലാഹു ഇറക്കിയ ആയത്താണത്. അതോടുകൂടി ഈ ദീൻ പൂർത്തിയായി. ഇനി ഇതിലൊന്നും പുതിയത് കൂട്ടിച്ചേർക്കാൻ ആർക്കും അവകാശമില്ല. മുസ്ലിയാക്കന്മാരെ പ്രസംഗവും പ്രവർത്തനവും ഒക്കെ കേട്ടാല് അള്ളാന്റെ റസൂല് ദീൻ പൂർത്തിയാക്കാതെയാണ് ഈ ദുനിയാവിനോട് വിട പറഞ്ഞു പോയത് എന്നാണ് തോന്നുക. മൊത്തത്തിൽ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങളെ ഉസ്താദന്മാര് പഠിപ്പിച്ചു തരും, നിങ്ങളെ ഹോജാക്കന്മാര് പഠിപ്പിച്ചു തരും, നിങ്ങളെ നേതാക്കന്മാര് ചൊല്ലിത്തരും എന്ന് പറഞ്ഞ് റസൂലുള്ള വിട്ടുപോയതല്ല. അവിടുന്ന് പറഞ്ഞത് എല്ലാം പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. ദീനായിട്ട് എന്തൊക്കെ വേണോ അതെല്ലാം ഉൾപ്പെടുത്തേണ്ടതെല്ലാം ഉൾപ്പെടുത്തിയും ഒഴിവാക്കേണ്ടതെല്ലാം ഒഴിവാക്കിയും ഈ ദീനിനെ സത്യസമ്പൂർണമാക്കി സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരെ ഏൽപ്പിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് യാത്ര പറഞ്ഞത്. പോകുമ്പോ അതിനു മുമ്പായി സഹാബത്തിന് ഒരു കാര്യം കൂടി പഠിപ്പിച്ചു. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാലത്തില്ലാത്ത, റസൂലിന്റെ കാലത്തില്ലാത്ത ഏതെങ്കിലും ഒരു അമല് ആരെങ്കിലും കൊണ്ടുവന്നാൽ, ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് അസ്വീകാര്യമാണ്, അത് അല്ലാഹു സ്വീകരിക്കൂല. മാത്രമല്ല മൻ അഹദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിൽ, അതായത് ദീനിന്റെ കാര്യത്തിൽ ഇതിൽ പെടാത്ത വല്ലതും ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് അല്ലാഹു സ്വീകരിക്കുന്നതല്ല. കണ്ടോ, ദുനിയാവിൽ പലതും പുതിയതുണ്ടാകാം, പക്ഷെ ദീനിൽ പുതിയതുണ്ടാകാൻ പാടില്ല. ഇപ്പൊ റസൂൽ സഞ്ചരിക്കാത്ത വാഹനത്തെ നമ്മൾ സഞ്ചരിക്കുന്നു, അവിടുന്ന് കഴിക്കാത്ത ഭക്ഷണം നമ്മൾ കഴിക്കുന്നു, അവിടുന്ന് ഉടുക്കാത്ത വസ്ത്രം നമ്മൾ ഉടുക്കുന്നു, അവിടുന്ന് അനുഭവിക്കാത്ത ഒട്ടനവധി സുഖ സൗകര്യങ്ങൾ അള്ളാഹും റസൂലും അനുവദിച്ച തോതിൽ നമുക്ക് അനുഭവിക്കാവുന്നതാണ്. മതത്തിനെതിരല്ലാത്ത രൂപത്തിൽ ആധുനിക ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെയൊക്കെ മുസ്ലിമീങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പൊ ദീനിൽ പുതിയതുണ്ടാകാൻ പാടില്ല. ദുനിയാവിൽ പുതിയതുണ്ടായിക്കൊണ്ടേ ഇരിക്കും. മനുഷ്യൻ പുരോഗമിക്കും തോറും പുതിയ പുതിയ പലതും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. പക്ഷെ ദീനിൽ പുതിയതുണ്ടാകാൻ പാടില്ല. കാരണം ദീനേ പൂർത്തിയായിട്ടുള്ളൂ, ദുനിയാവ് പൂർത്തിയായിട്ടില്ല. ദുനിയാവ് പൂർത്തിയായി എന്ന് റസൂൽ പറഞ്ഞിട്ടില്ലല്ലോ. ദുനിയാവ് ഇനിയും വളർന്നുകൊണ്ടിരിക്കും. പക്ഷെ 1400 കൊല്ലം മുമ്പുള്ള ദീനിൽ എന്താണ് ഉണ്ടായിരുന്നത് അത് തന്നെ ഇന്നും ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, മതത്തിൽ പുതുതായി കൂട്ടിച്ചേർത്തവന്റെ പരലോകത്തെ ഗതി എന്താണെന്നും അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഹൗദുൽ കൗസറിനെ കുറിച്ച് പറയുന്ന ഹദീസിൽ നമുക്ക് കാണാം, ജനങ്ങളെല്ലാവരും ദാഹം എന്ന് പറയുന്ന ആ മഹ്ശറിലെ വളരെ ദയനീയമായ രംഗം. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഒരു പാനജലം തന്റെ ഉമ്മത്തിനു വേണ്ടി അള്ളാഹു തയ്യാർ ചെയ്ത് കൊടുക്കുകയാണ്. റസൂൽ ഹൗദുൽ കൗസറിന്റെ അടുത്തിരുന്ന് ഉമ്മത്ത് വന്ന് ഹൗദുൽ കൗസർ കുടിക്കുന്നു. കുടിച്ചവർക്ക് പിന്നെ ദാഹമില്ല. റസൂൽ പറയാണ്, ഞാൻ നേരത്തെ തന്നെ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ നിലയുറപ്പിച്ചിട്ടുണ്ടാകും. കുറെ ആളുകൾ അങ്ങനെ വരുന്നു, കുടിക്കുന്നു. പക്ഷെ ഒരു കൂട്ടം ആളുകൾക്ക് അങ്ങോട്ട് വരാൻ കഴിയാതെ തടഞ്ഞു വെക്കപ്പെട്ടതായി റസൂൽ കാണുന്നു. റസൂൽ അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹുവേ, അവരെന്റെ അനുയായികളാണല്ലോ, എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണല്ലോ, അവിടെ ഇങ്ങോട്ട് കടത്തിവിടണം. അപ്പോൾ അള്ളാഹുവിന്റെ മറുപടി, ഇന്നക ലാ തദ്രീ മാ അഹ്ദഥു ബഅദക. നിനക്കു ശേഷം ഈ ദീനിൽ അവരെന്തൊക്കെയാണ് പുതിയതായി ഉണ്ടാക്കിയതെന്ന് മുഹമ്മദേ താങ്കൾക്ക് അറിയുകയില്ല. കണ്ടോ, അപ്പൊ ബിദ്അത്ത് ഉണ്ടാക്കിയ മുബ്തദീങ്ങളെയാണ് തടഞ്ഞു വെച്ചിട്ടുള്ളത്. അവരെന്തൊക്കെ പുതിയതുണ്ടാക്കിയെന്നുള്ള വിവരം തന്നെ റസൂലിന് അറിഞ്ഞൂടാ. ഈ ഖുബൂരികൾ പറയലെന്താ, അല്ലാഹുവിന്റെ റസൂല് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂറും ഉമ്മത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മാറ്റങ്ങളും അല്ലാഹുവിന്റെ റസൂൽ ബർസഖി ലോകത്തിരുന്ന് ഇങ്ങനെ കാണുകയാണ്. ഈ ഹദീസ് അതിന് നേരെതിരല്ല. ഇന്നക ലാ തദ്രീ, നിനക്കറിയുകയില്ല മാ അഹ്ദഥു ബഅദക. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താ, ഫസുഹഖൻ ലിമൻ ബദ്ദല ബഅദി. എനിക്ക് ശേഷം ഈ മതത്തിൽ കടത്തിക്കൂട്ടിയവർ, മാറ്റിമറിച്ചവർ അകന്നു പോകട്ടെ, വിദൂരം എന്ന് പറഞ്ഞ റസൂലുള്ളാഹി അവരെ ആട്ടിവിടുകയാണ്. അതായിരിക്കും മതത്തിൽ നവീകരണം നടത്തിയവന്റെ സ്ഥിതി, പുതുതായി വല്ലതും കൂട്ടിച്ചേർത്തവന്റെ സ്ഥിതി അതായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
ഇതുമാത്രമല്ല, നാളെ നമുക്ക് പരലോകത്ത് രക്ഷ കിട്ടണമെങ്കിൽ നമ്മൾ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുകൊടുത്ത് മാപ്പാക്കണം. അതുകൊണ്ടാണല്ലോ ഓരോ പ്രാർത്ഥനയിലും, നമസ്കാരത്തിലാകട്ടെ അല്ലാത്ത സന്ദർഭത്തിലാകട്ടെ, അല്ലാഹുവേ എന്റെ പാപം പൊറുക്കണേ, എന്റെ പശ്ചാത്താപം സ്വീകരിക്കണേ, എന്റെ ഖേദിച്ചുള്ള മടക്കം ഖബൂലാക്കണേ എന്നൊക്കെ നമ്മൾ പറയുന്നത്. എന്നാൽ ബിദ്അത്ത് ചെയ്തവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ തൗബ അല്ലാഹു തടഞ്ഞു വെച്ചിരിക്കുകയാണ്, സ്വീകരിക്കുന്നതല്ല. ഇതും റസൂൽ പഠിപ്പിച്ചതാണ്. ഇന്നല്ലാഹ യഹ്തജറ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു. ബിദ്അത്ത് ചെയ്യുന്നവൻ അവന്റെ ബിദ്അത്തിനെ, പുത്തനാചാരത്തെ, പുത്തൻ വിശ്വാസത്തെ പൂർണ്ണമായും കൈയൊഴിക്കുന്നതുവരെ അവന്റെ പശ്ചാത്താപം അല്ലാഹു തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് സ്വീകരിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ഇമാം ളിയാഉൽ മുഖദ്ദസി അദ്ദേഹത്തിന്റെ അഹാദിസുൽ മുഖ്താറിൽ രേഖപ്പെടുത്തിയത് സ്വഹീഹായ സനദോടുകൂടി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇത് കേരള മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചതാണ്. മുജാഹിദുകൾ ഇവിടെ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രവർത്തനം. മുജാഹിദ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് നവീകരണമല്ല, അത് ഇസ്ലാഹി പ്രവർത്തനമാണ്. എന്താണ് ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ? ഇല്ലാത്ത ഒന്നിനെ കൂട്ടിച്ചേർക്കലല്ല, അത് ഉള്ള ഇസ്ലാമിൽ കാലക്രമത്തിൽ കയറിക്കൂടിയിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളെ ഇല്ലായ്മ ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും കാലത്തുള്ള ആദിമ പരിശുദ്ധിയിലേക്ക് മുസ്ലിമീങ്ങൾ തിരിഞ്ഞു നടക്കണം എന്ന ആഹ്വാനമാണത്. ഇല്ലാത്തതിനെ ഉണ്ടാക്കുന്നതിന് ഇസ്ലാഹ് എന്ന് പറയില്ല. ഉള്ളതിൽ കാലക്രമത്തിൽ സംഭവിച്ച അപാകതകളെ പരിഹരിക്കുന്ന, വൈകല്യങ്ങളെ തീർക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ എന്ത് പറയാ, ഇസ്ലാഹ് എന്ന് പറയാ. അതിനെക്കുറിച്ച് ആരെങ്കിലും ഒക്കെ നവീകരണമെന്നോ പരിഷ്കരണമെന്നോ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇല്ലാത്തത് കൂട്ടിച്ചേർത്ത് ആളുകളെ ഇഷ്ടത്തിനും കാലഘട്ടത്തിന്റെ തുടിപ്പുകൾക്കുമൊത്ത് ഇസ്ലാമിനെ മാറ്റി വ്യാഖ്യാനിക്കുക എന്നല്ല. മറ്റു മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായിരിക്കാം. മറ്റു പല മതങ്ങളിലും നവീകരണം ആവശ്യമുള്ള അവസരം ഉണ്ടായിട്ടുണ്ടാകാം. കാരണം എന്താ? മറ്റു പല മതങ്ങളുടെയും ആശയങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യനുമായി, അവന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നവർ തിരിച്ചറിയുമ്പോൾ മതപരിഷ്കർത്താക്കൾ രംഗത്ത് വന്ന് മതത്തെ പുനർവ്യാഖ്യാനിച്ച് ആധുനിക പ്രശ്നങ്ങളുമായി അതിനെ കൂട്ടിയോജിപ്പിക്കേണ്ട ഗതികേട് അവർക്കുണ്ട്. അതാണ് മറ്റു മതങ്ങളിലെ പരിഷ്കർത്താക്കൾ ചെയ്ത ജോലി. എന്നാൽ ഇസ്ലാമിക സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള പരിഷ്കരണം അത് കാലഘട്ടത്തിനനുസരിച്ച് പുനർവ്യാഖ്യാനിക്കുന്ന പ്രവർത്തനമല്ല. അതിന്റെ ആവശ്യം ഇസ്ലാമിനില്ല. ഇസ്ലാം സാർവജനീനമാണ്, സാർവകാലികമാണ്. പിന്നെ എന്താണ് ഇസ്ലാമിക സമൂഹത്തിൽ നടക്കേണ്ടത്? ഇസ്ലാമിക സമൂഹം പ്രമാണങ്ങളിൽ നിന്ന് അകന്നു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘദർശനം നടത്തിയിട്ടുണ്ട്. ഇസ്ലാം പ്രത്യക്ഷപ്പെട്ടത് അപരിചിതനെ പോലെയാണെന്നും ആ അപരിചിതാവസ്ഥയിലേക്ക് ഇസ്ലാം വീണ്ടും തിരിച്ചു പോകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പൊ യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് ആളുകൾക്ക് അജ്ഞതയുണ്ടാകും. മുസ്ലിം സമുദായത്തിന് തന്നെ അറിയാത്തൊരവസ്ഥ. യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ ചോദിക്കും, ഇതെന്ത് ഇസ്ലാമാ? നമ്മൾ കേട്ടിട്ടില്ലല്ലോ, നമ്മളെ ഉപ്പാപ്പമാര് കേട്ടിട്ടില്ലല്ലോ. അങ്ങനത്തെ ഒരു ഖുർബത്തുൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു അപരിചിതത്വം മുസ്ലിം സമൂഹത്തിലുണ്ടാകും. അപ്പോൾ പ്രാമാണികമായി അവർക്ക് ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിലേക്ക്, കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള സലഫുകൾ മനസ്സിലാക്കിയ ആദിമ ഇസ്ലാമിലേക്ക് മുസ്ലിമീങ്ങളെ തിരിച്ചു വിളിക്കുന്ന ഒരു പ്രവർത്തനം ഈ സമുദായത്തിൽ ഉണ്ടാകുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ ചരിത്രപരമായ ദൗത്യമാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ നവീകരണങ്ങൾക്കും എതിരിൽ പൊരുതിയ പാരമ്പര്യമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിനുള്ളത്. ഈ നവീകരണക്കാർക്ക് ആർക്കെങ്കിലും തെളിയിക്കാൻ സാധിച്ചോ? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തില്ലാത്ത, സ്വഹാബത്തിന്റെ കാലത്തില്ലാത്ത ഒരു പുത്തനാചാരം, ഒരു പുതിയ വിശ്വാസം ഇസ്ലാഹി പ്രസ്ഥാനം മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കിയെന്നത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. വലിയ നാക്കിട്ടടിക്കാരും വായാടികളെയൊക്കെ രംഗത്തിറക്കി എന്തെല്ലാം കളവുകൾ മുഖത്തു നോക്കി പറയുന്ന പെരുങ്കള്ളന്മാരെ ഇറക്കി നോക്കി. സാധിച്ചോ? സാധിച്ചില്ല. ഈ രണ്ടത്താണിയിൽ ഇസ്ലാഹി പ്രസ്ഥാനം ഇന്നത് പുതിയതാണ് ഉണ്ടാക്കിയതെന്ന് തെളിയിക്കാൻ സാധിച്ചില്ല, സാധിക്കുകയുമില്ല. ഇത് ഡോളർ കൊണ്ടും പൈസ കൊണ്ടും സാധിക്കില്ല, തെളിവുകൊണ്ടേ സാധിക്കുള്ളൂ. ഡോളറും പൈസയും അതുപോലെ രാഷ്ട്രീയ സ്വാധീനവും ആൾബലവും ഒക്കെ ചിലപ്പോ വിലയെടുത്ത് വാങ്ങാൻ കഴിയും, അല്ലെങ്കിൽ സാധിച്ചെടുക്കാൻ സാധിക്കും. ഇത് സാധിച്ചെടുക്കാൻ കഴിയൂല. ഇത് തെളിവിന്റെ പിൻബലമുള്ള ആശയമാണ്. നിങ്ങളെ തലതൊട്ടപ്പന്മാർക്ക് സാധിക്കാത്തത് നിങ്ങൾക്ക് സാധിക്കുമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല. ഇനി നവീകരണം